വക്രദൃഷ്ടി തുടരുന്നു. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അല്പസ്വല്പം ഏർപ്പെടുന്ന നടി ഷീലാമ്മയെ ഇപ്പോൾ അലട്ടുന്ന വിഷയം കേരളത്തിലെ തെരുവ് നായ പ്രശ്നമാണ്. നായ സ്നേഹികളോട് ഷീലാമ്മയ്ക്ക് ഒരു ചോദ്യമുണ്ട്. ഷീലാമ്മയെ ഞാൻ മുഖ്യ പ്രഭാഷണം നടന്നതിനെ ക്ഷണിക്കുന്നു. ഒരു കാര്യം നിങ്ങളോടൊക്കെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീസസ് ക്രൈസ്റ്റിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു ആട്ടുകുട്ടി. പിന്നെ ഹിന്ദുക്കളുടെ ദൈവങ്ങളിൽ ഒരാളാണ് പശു. ഈ പശുവിനെയും ആട്ടിനെയും നമ്മൾ വെട്ടി കൊല്ലുന്നു. എന്നിട്ട് അതിൻ്റെ തല ഒരു സ്ഥലത്ത് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്, അതിൻ്റെ കാലൊരു സ്ഥലത്ത് തൂക്കിയിട്ടിരിക്കുന്നു, അതിൻ്റെ ഒന്നും വേണ്ട അതിൻ്റെ തലച്ചോറ്, അതിൻ്റെ കുടല്, ഇതൊക്കെ തൂക്കിയിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇവറ്റകളെ പാവം നമ്മളോട് എന്താ ചെയ്തത്? നമ്മളങ്ങോട്ട് വന്ന് കടിച്ചോ, നമ്മൾ അടിച്ചോ, ഉപദ്രവിച്ചോ? ഒന്നും ചെയ്യാത്ത നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും ബഹുമാനിക്കുന്ന ആടും പശുവും ഇതിനെയൊക്കെ കൊന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ മനുഷ്യരെ ഉപദ്രവിക്കുന്ന അവർ കൊല്ലുന്നതിൽ എന്താ തെറ്റ്? പറയൂ, എന്താ തെറ്റ്? നായസ്നേഹികൾക്ക് ഷീലാമ്മ വക ഒരു ഉപദേശം. പിന്നെ ഇവിടെ കുറേ പെണ്ണുകൾ, കുറെ ആണുകൾ ഇവരൊക്കെ പറയുന്നുണ്ട്, അയ്യോ പട്ടികളെ കൊല്ലാൻ പാടില്ല, അതാണ് ഇതാണെന്നൊക്കെ. കുഴപ്പമില്ല, നിങ്ങളൊന്ന് ചെയ്യൂ. ഈ പേപ്പട്ടികളെല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ വളർത്തിക്കോളൂ, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ ആര് പിന്തിരിപ്പിച്ചാലും കരയ്ക്ക് കയറുന്ന ആളല്ല ഷീലാമ്മ. ഇന്നലെ ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നപ്പോൾ ഒരു സ്ത്രീ എന്നെ വിളിച്ചു പറഞ്ഞു, ഷീലാമ്മേ നിങ്ങൾ നാളെ എന്തോ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ട്, നിങ്ങളുടെ പോസ്റ്ററൊക്കെ കണ്ടു, ആ മാവേലി വെറുതെ പട്ടികളൊക്കെ കൊന്ന് ഇങ്ങനെ വരിയായിട്ട് ഇട്ടിരിക്കുക, അതൊക്കെ ഒരു ഷോന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്, ഷീലാമ്മ തീർച്ചയായിട്ടും അതിനു വേണ്ടി പോകരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പട്ടി കടിച്ചിട്ടുണ്ടോ? അങ്ങനെ കടിച്ചെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വേദന അറിയും. ഒന്ന് ചെയ്യോ? ഈ പട്ടികളൊക്കെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഈ പട്ടികളൊക്കെ കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തിക്കോളൂ, കൊണ്ടുപോയി വെച്ചോളൂ എന്ന് പറഞ്ഞു. അവർ പെട്ടെന്ന് അങ്ങ് ഫോൺ കട്ട് ചെയ്തു. കേൾക്കാൻ നല്ല രസമുണ്ട്. കേരളത്തിലെ നായ വിരോധികളായ മനുഷ്യസ്നേഹികളും കേന്ദ്രത്തിലെ മൃഗസ്നേഹികളും തമ്മിലുള്ള പോരിൽ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ദൗർബല്യം അപ്പുറത്തുള്ള മനേകാ ഗാന്ധിയെ പോലുള്ള ഒരു വ്യക്തിയുടെ കുറവാണ്. മനേകാ ഗാന്ധിയോട് കട്ടയ്ക്ക് നിൽക്കാൻ കഴിയുന്ന ഷീലാമ്മയുടെ വരവോടെ മനുഷ്യസ്നേഹികൾ സനാഥരായി. പ്രതിപക്ഷത്തുള്ള മുസ്ലിം ലീഗിന് ഇപ്പോൾ കാര്യമായ രാഷ്ട്രീയ കാര്യപരിപാടികൾ ഒന്നുമില്ലാതായി. സർക്കാർ വിരുദ്ധ സമര പരിപാടികൾക്ക് ലീഗായി ഇപ്പോൾ മുൻകൈ എടുക്കുന്നില്ല. മുത്തലാഖും സിവിൽ കോഡും പോലുള്ള വിഷയങ്ങൾ കുഞ്ഞാലിക്കുട്ടിയും ഈട്ടിയും യൂത്ത് ലീഗും കൊണ്ടു നടക്കുന്നുണ്ട്. പഴയ ലീഗുകാരനായ ജലീലിനെ നേരിടുന്ന കൊട്ടേഷൻ പണി PK ബഷീറും KM ഷാജിയും ഏറ്റെടുത്തിരിക്കുകയാണ്. ജലീലിൻ്റെ പഴയ സ്നേഹിതൻ കൂടിയായ MK മുനീറിന് MLA പണി അല്ലാതെ കാര്യമായ സംഘടനാ പണികൾ ഒന്നുമില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. സമയം ധാരാളമുണ്ട്. കലാ സംഗീത പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ മുനീർ മുഴുകിയിരിക്കുന്നത്. സുഭാഷ് 1 2 3 4 ഇന്ദ്രരത്നം. ഹായ് ഇന്ദ്രരത്നം. കണ്ടുകൂടാത്തവൻ ആനയെ തപ്പിയ പോലെ ആയിപ്പോയി.
അവന്മാരെ വിട്, നിങ്ങൾ പാടുന്നതാണ് കേട്ടാ. അല്ല, മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എന്ത് ബുദ്ധിമുട്ട്? എത്ര നല്ല ശബ്ദം നാണായിട്ടെന്ന് അറിയോ? ഓ, സത്യമായിട്ട്. ഓ അഗസ്റ്റിൻ, ഒന്നുകൂടി ഒന്ന് ശരിയാവാൻ 2-3 ദിവസം അടുപ്പിച്ച് പാടിയാൽ മതി, ശരിയായിക്കോളും. മഞ്ഞിൽ ചേക്കേറും മകരപ്പെൺ പക്ഷി മൗനപ്പു ചൂടും ഇന്ദിവരാക്ഷി മധുഗാന മൃദുരാഗം നീ മനസ്വിനി മനോഹരി. ചലച്ചിത്ര ഗാന ലോകത്തിന് വേണ്ടി നമ്മളൊരു സൽക്കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവനെയൊക്കെ കൊന്നു കളഞ്ഞേക്ക്. കണിമണി കൊന്ന പൂമുഖമെന്നും കണി കണ്ടുണരാനൊത്തുവെങ്കിൽ മണിയറയിൽ നീ രതിഹരമാതിൽ മകരമാരം പൂത്തുവെങ്കിൽ. നല്ലതിനാവാം. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ്. ഒരു കലാകാരനെ ഇവന്മാര് വളരാൻ വിടില്ലല്ലോ. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. ട്രംപിന് പൊങ്കാലയിട്ട് മലയാളികൾ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? മറയണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്.